ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായിട്ടുള്ള പാകിസ്ഥാന് വമ്പൻ തോൽവി തന്നെ നേരിടേണ്ടി വന്നിരിക്കുകയാണല്ലോ. ന്യൂസിലാൻഡിനോട് 60 റൺസിന്റെ വമ്പൻ തോൽവിയാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് 321 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയ പാകിസ്ഥാൻ 47.2 ഓവറിൽ 260 റൺസ് എടുത്തുകൊണ്ട് ഓൾ ഔട്ടായി പോവുകയായിരുന്നു. നമുക്കറിയാമല്ലോ, ഈ ഒരു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ടോം ലതത്തിന്റെയും അതുപോലെ തന്നെ വില്യങ്ങിന്റെയും തകർപ്പൻ സെഞ്ചുറിയും അതുപോലെ തന്നെ ഗ്ലെൻ ഫിലിപ്സിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും ഒക്കെ മികവിലാണ് ന്യൂസിലാൻഡ് 320 എന്ന വമ്പൻ സ്കോർ അടിച്ചുകൂട്ടിയത്. തീർച്ചയായിട്ടും പാകിസ്ഥാന് അതിന് യാതൊരു മറുപടിയും കൊടുക്കാൻ സാധിക്കാതെ തകർന്നു പോകുന്ന കാഴ്ച അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നതും. മറുപടി ബാറ്റിംഗിൽ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ പാകിസ്ഥാൻ ആദ്യമൊക്കെ ഒന്ന് ഡിഫൻസീവായിട്ട് കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആദ്യത്തെ 10 ഓവർ അവസാനിക്കും മുമ്പ് തന്നെ അവരുടെ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനും അതുപോലെ തന്നെ സൗദ് ഷക്കീലും നിരാശപ്പെടുത്തി. പക്ഷേ ഖുഷ്ദിൽ ഷാ 69 റൺസ്, ബാബർ അസം 64 റൺസ്, സൽമാൻ അങ്ക 42 എന്നിവർ മാത്രമാണ് പാകിസ്ഥാൻ നിരയിൽ അല്പമെങ്കിലും ഒന്ന് പിടിച്ചു നിന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ സ്വന്തം നാട്ടിൽ കിവീസിനോട് വലിയ തോതിൽ തന്നെയാണ് തകർന്നു വീണു പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതവരുടെ മുമ്പോട്ടുള്ള പോക്കിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പാകിസ്ഥാൻ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പുറത്താവലിന്റെ വക്കലിലാണ് എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും. കാരണം നിങ്ങൾക്കറിയാമല്ലോ, 2 ഗ്രൂപ്പുകളാണുള്ളത്. അതിൽ 2 വീതം ടീമുകൾ വെച്ച് ആകെ മൊത്തം 4 ടീമുകളാണ് സെമി ഫൈനലിലേക്ക് കടന്നു പോവുക. ഗ്രൂപ്പ് 1-ൽ തീർച്ചയായിട്ടും ടീം ഇന്ത്യ, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിങ്ങനെ 4 ടീമുകളാണുള്ളത്. ന്യൂസിലാൻഡിന്റെ അടുത്ത മത്സരം ബംഗ്ലാദേശിനെതിരെയാണ്. തീർച്ചയായിട്ടും അനായാസം ന്യൂസിലാൻഡിന് ബംഗ്ലാദേശിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ടീം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു മത്സരമുണ്ട്. നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം. തീർച്ചയായിട്ടും ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ ബംഗ്ലാദേശിനെ കൂടി തോൽപ്പിക്കുകയാണെങ്കിൽ പാകിസ്ഥാന് ഇനി സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നമ്മളൊക്കെ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ ഒരു പോരാട്ടത്തിൽ വമ്പൻ അട്ടിമറി വിജയം പാകിസ്ഥാൻ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കാത്തിരിക്കാം ചാമ്പ്യൻസ് ട്രോഫിയിലെ കിടിലം പോരാട്ടങ്ങൾക്ക് വേണ്ടി. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.